വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയുടെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ പാരഗ്രാഫ് വായിക്കാം, എഴുതാം. നോക്കാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക് മാതൃഭാഷ. മലയാളം വെറും ഒരു ഭാഷ മാത്രമല്ല, അത് കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും നമ്മുടെ ജീവിത രീതിയും കൂടിയാണ്. മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണെങ്കിലും സ്വന്തം ഭാഷയെ മറന്നുകൊണ്ടുള്ള ഒന്നാകരുത് അത്. മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റേത് ഭാഷയും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മലയാളം തെറ്റുകൂടാതെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും നമ്മൾ ഓരോരുത്തരും ശീലിക്കേണ്ടതുണ്ട്. ഇത് മാതൃഭാഷ, നമ്മുടെ ഭാഷയെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പാരഗ്രാഫ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് ഏത് ഭാഷയിലൂടെയാണ്? ഓപ്ഷൻ സി, മാതൃഭാഷയിലൂടെയാണ് അല്ലെ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാതൃഭാഷയുടെ മാധുര്യത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ, അമ്മയുടെ സ്നേഹം പോലെ. ഇനി സി ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും ജീവിത രീതിയും അടങ്ങിയിരിക്കുന്ന ഭാഷ ഏതാണ്? ഏത് ഭാഷയാണ്? മലയാളം. കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും ജീവിത രീതിയും അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഭാഷയാണ് ഏത്? മലയാളം. നമ്മുടെ മാതൃഭാഷ തന്നെയാണ്. ഡി ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ലേഖനത്തിന്റെ പ്രധാന ആശയം എന്താണ്? മാതൃഭാഷയെ സ്നേഹിക്കണം അല്ലെ. അല്ലാണ്ട് കവിതകൾ എഴുതണമെന്നോ ഇംഗ്ലീഷ് പഠനം ഒഴിവാക്കുക എന്നോ മറ്റു ഭാഷകളിൽ സംസാരിക്കരുതെന്നോ അല്ല അല്ലെ. മാതൃഭാഷയെ സ്നേഹിക്കണം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, മാതൃഭാഷയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, അമ്മയുടെ സ്നേഹം പോലെയാണ് മാതൃഭാഷ. അത് ശരിയാണ്. പ്രസ്താവന 2, മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണോ? അല്ല, ഇത് തെറ്റാണ്. മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ എളുപ്പമാണ് എന്നാണ്. പ്രസ്താവന 3, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. ശരിയാണ് അല്ലെ. നമ്മളുടെ ചിന്തകളെയായാലും വികാരങ്ങളെയായാലും എല്ലാം ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. ഇപ്പൊ പ്രസ്താവന 1ഉം പ്രസ്താവന 3ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി കുറിപ്പ് തയ്യാറാക്കാം. കഥ പറച്ചിലിന്റെ സൗന്ദര്യം മാതൃഭാഷയിലൂടെ അനുഭവിക്കുന്നു എന്നാണ് ചെറുകഥകളുടെ സവിശേഷതകളിൽ ഒന്ന്. ഈ പ്രസ്താവനയെ അർത്ഥവത്താക്കുന്ന ഒന്നാണല്ലോ ശാന്തനുവിന്റെ പക്ഷികൾ എന്ന കഥ. ഈ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവവും മനസ്സിൽ രൂപപ്പെട്ട ചിന്തകളും പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതായത് നമുക്ക് കഥ പറച്ചിലിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മാതൃഭാഷയിലൂടെ അനുഭവിപ്പിക്കുന്നു എന്നതാണ് അപ്പോ ശാന്തനുവിന്റെ പക്ഷികളിലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇല്ലേ. അപ്പൊ നമ്മുടെ മാതൃഭാഷയിലൂടെ നമ്മൾക്ക് ഏതൊരു കഥ പറയുക, ഒരു ചെറുകഥയുടെ സൗന്ദര്യമൊക്കെ അതാണ് അല്ലെ. നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ മാതൃഭാഷയിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോഴാണ്. അതാണ് ചെറുകഥകളുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ അത് അർത്ഥവത്താക്കുന്ന ഒന്നാണ് ശാന്തനുവിന്റെ പക്ഷികൾ എന്ന കഥ. അപ്പൊ ഈ കഥ വായിച്ചപ്പോ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവവും ഈ കഥയിലെ കഥാപാത്രങ്ങളും ഈ കഥയിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളും ഒക്കെ ചിന്തകളും ഒക്കെ വെച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ, മഴയും മലരും മരവും കിളിയും എല്ലാം മലയാളത്തിന്റെ അഴകും കരുത്തുമാണ്. ഡോക്ടർ വത്സലൻ വാതുശ്ശേരിയുടെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം ഏതാണ്? ഓപ്ഷൻ ബി, മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സി ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം എന്നാണ്? ശാന്തനു കണ്ട സ്വപ്നത്തിൽ പലതരം പക്ഷികൾ ഉണ്ടായിരുന്നു. ശരിയാണ് അല്ലെ. ശാന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടരുന്നിരുന്നു. അതും ശരിയാണ്. മൂന്നാമത്, ശാന്തനു കണ്ട പക്ഷികൾ ഭംഗിയില്ലാത്തതും തൂവലുകൾ കൊഴിഞ്ഞതുമായിരുന്നു. അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തത്, വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. മനസ്സിന്റെ സംഗീതം മാതൃഭാഷ, മധുവാർന്ന വാക്കാണൻ മാതൃഭാഷ, അറിവാം വെളിച്ചത്തെ തൂകിയെന്നും അഭിമാനമാകുമൻ മാതൃഭാഷ,
തന്നിരിക്കുന്ന വരികൾ വിശകലനം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം. നമ്മളിപ്പോ പറഞ്ഞ ഇവിടെ മുകളിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ചേർത്ത് വച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് എന്താണ്? നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് അല്ലെ. അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക് മാതൃഭാഷ അല്ലെ. ഭാഷ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ എന്തൊക്കെയാ നമുക്ക് എഴുതാവുന്ന? ഇതിലും എഴുതിയിട്ടുണ്ട്. എന്താണ്? മനസ്സിന്റെ സംഗീതം പോലെയാണ് മാതൃഭാഷ. അതുപോലെ തന്നെ നമുക്ക് അല്ലെ തേൻ നുകരുന്ന വാക്കാണ് എന്തെന്ന് പറയുന്നത്? മാതൃഭാഷ. അതുപോലെ നമുക്ക് അറിവുകൾ നമ്മൾ മാതൃഭാഷയിൽ പഠിക്കുന്ന അറിവ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും അറിവാം വെളിച്ചത്തെ തൂകി എന്നും അഭിമാനമാകുമെൻ മാതൃഭാഷ. അപ്പൊ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ വിശകലനം ചെയ്ത മാതൃഭാഷ അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന അർത്ഥത്തില് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫുകളിൽ നിന്നുമൊക്കെ നമുക്ക് എന്താണ് എഴുതാൻ പറ്റും അല്ലെ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക് മാതൃഭാഷ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ സംസ്കാരവും ചരിത്രവും നമ്മുടെ ജീവിത രീതിയും ഒക്കെ മാതൃഭാഷ തന്നെയാണ്. അപ്പൊ ഭാഷകൾ പഠിക്കുന്നത് സ്വന്തം ഭാഷയെ മറന്നുകൊണ്ടാകരുത് മറ്റൊന്ന് പഠിക്കുന്നത്. അപ്പൊ മാതൃഭാഷയിൽ നമുക്ക് നല്ല അടിത്തറ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേതൊരു ഭാഷയും നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കവിതയിലും പറയുന്നത് അല്ലെ. അപ്പൊ മാതൃഭാഷ എന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ വിശകലന കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാൻ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്. ഇതും അങ്ങനെ തന്നെയാണ് അല്ലെ. MT വാസുദേവൻ മുകളിൽ കൊടുത്ത വരികൾ രണ്ടും എന്താണ്? മാതൃഭാഷ മുകളിൽ കൊടുത്ത വരികളിലെയും മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന പാഠഭാഗത്തിലെയും ആശയങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതും എന്താണ്? MT വാസുദേവൻ നായരുടെ ഒരു കവിതയാണ് അല്ലെ. ഇതിലും അദ്ദേഹം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഭാഷയെ കുറിച്ചാണ്. ഭാഷയാണ് നമ്മുടെ വീട്, ഭാഷയാണ് നമ്മുടെ ലോകം, ഭാഷയാണ് ആകാശം, ഭാഷയാണ് എന്തത് നമുക്ക് വെളിച്ചം തരുന്ന നക്ഷത്രം പോലെയാണ് ഭാഷ. അതുപോലെ നമുക്ക് സമാധാനം നൽകുന്ന ഒരു കാറ്റ് പോലെയാണ് എന്ത്? തണുപ്പ് നൽകുന്ന ഒരു കാറ്റ് പോലെയാണ് എന്തെന്ന് പറയുന്നത്? ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്ന എന്ന പാഠഭാഗത്തിലെയും കൂടെ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അല്ലെ. മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒന്നാണ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായിട്ട് എഴുതാവുന്നതാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, കത്ത് തയ്യാറാക്കുക. ശാന്തനുവിന്റെ പക്ഷികൾ എന്ന പാഠഭാഗത്ത് നിന്ന് പക്ഷികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് എഴുതുക. അപ്പൊ സുഹൃത്തിന് കത്ത് എഴുതാനാണ്. അപ്പോ കത്തില് എങ്ങനെയാണ്? പ്രിയപ്പെട്ട കൂട്ടുകാരന് ആദ്യം എന്താണ് അവന്റെ ഫ്രം ടു അല്ലേ. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തിന്, നിനക്ക് സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണെന്ന് എനിക്കിവിടെ സുഖമാണ്. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനായിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു കഥ വായിച്ചിരുന്നു. ഈ കഥയില് ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം. അപ്പോ ശാന്തനുവിന്റെ പക്ഷികൾ എന്ന കഥയില് എന്താണ് സംഭവിക്കുന്നത്, അതിലെ പക്ഷികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നതാണ് സംഭവിച്ചിരിക്കുന്നത്, ശാന്തനു കണ്ട സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് കഥ എഴുതുക. അവസാനം എന്താണ്, ഞാൻ കത്ത് ചുരുക്കുന്നു, നന്ദി എന്ന് പറഞ്ഞിട്ട് പ്രിയ സുഹൃത്ത് അങ്ങനെ ഇടുക. ഇങ്ങനെയാണ് കത്ത് തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് വായനാക്കുറിപ്പ് എഴുതാനാണ്. പക്ഷികളും ചെറുജീവികളും ചെടികളും മരങ്ങളും എല്ലാം നമ്മുടെ കണ്ണും കാതും മനസ്സും കവരാറുണ്ട്. ആ അത്ഭുത ലോകത്തെ വർണ്ണശബളമായ ഭാഷയിലൂടെ പരിചയപ്പെടുത്തിയ ശാന്തനുവിന്റെ പക്ഷികൾ എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. ഇതുപോലെ നിങ്ങൾ വായിച്ച മറ്റേതെങ്കിലും കഥയുടെ വായനക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ വായിച്ചിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു കഥയുടെ വായനക്കുറിപ്പ്, അത് ആരെഴുതിയതാണ്, ആ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്. ഇപ്പൊ ബഷീറിന്റെ ഒരു കഥ എടുക്കുന്നു, എന്താണ് ഭൂമിയുടെ അവകാശികൾ എന്ന് വിചാരിക്കുക. ആ കഥയില് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ആ കഥയിൽ എന്താണ് പറയുന്നത് അല്ലെ. മനുഷ്യർക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളതുപോലെ നമുക്ക് മറ്റുള്ള ജീവികൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്ന ഒരു കഥയാണത് അല്ലെ. അതുപോലെ നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഥ എടുക്കുക. ആ കഥ ആരെഴുതിയതാണ്, അതിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്, ആ കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ
എന്താണ് അങ്ങനെ നിങ്ങൾക്ക് ആ കഥയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇഷ്ടമായത്, ആ കഥയിൽ എന്ത് കാര്യമാണ് പറയുന്നത്, ഇതൊക്കെ ചേർത്തിട്ട് ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പോസ്റ്റർ തയ്യാറാക്കാനാണ്. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. മാതൃഭാഷയെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്ന മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ മാതൃഭാഷയെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോ മാതൃഭാഷ നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാട്ടോ, അല്ലെങ്കിൽ എന്താണ് ഇത് ഇവിടെയൊക്കെ എന്റെ ഭാഷ എന്റെ വീട് അല്ലേ, പിന്നെന്താണ് മാതൃഭാഷയെ നമ്മൾ സ്നേഹിക്കുക അല്ലേ, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അപ്പൊ മാതൃഭാഷയുടെ എന്തെങ്കിലും പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആസ്വാദനക്കുറിപ്പാണ്. കിളിമൊഴിയാലെ ചിരി തൂകി കനവിലുണർന്നു കളി തൂകി നിനവിലലിഞ്ഞു പകർന്നേകി അമ്മ പകർന്നൊരു മലയാളം, മധുമൊഴി ചിതറും മലയാളം, മനമിതിലൊഴുകും മലയാളം, അമ്മിഞ്ഞപ്പാൽ മലയാളം. മധു ആലപ്പടമ്പിന്റെ ഒരു കവിതയാണിത്. ഈ കവിതയില് മലയാള ഭാഷയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മലയാള ഭാഷയിലെ വർണ്ണിച്ചിരിക്കുകയാണ് ഈ കവിതയില്. കിളി മൊഴിയാലെ ചിരി തൂകി കനവിലുണർന്നു കളി തൂകി നിലവിലലിഞ്ഞു പകർന്നേകി അമ്മ പകർന്നൊരു മലയാളം. അതുപോലെ മലയാള ഭാഷയുടെ ഭംഗിയെ കുറിച്ചും മലയാള ഭാഷ നമുക്ക് നൽകുന്ന സ്നേഹം, അമ്മയെ പോലെ തന്നെയാണ് ഭാഷ എന്നൊക്കെയാണ് മലയാളം എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അമ്മിഞ്ഞപ്പൽ നമുക്ക് അമ്മയുടെ പാല് പോലെയാണ് അല്ലെ മലയാളം എന്നാണ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മലയാള ഭാഷയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ചൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കവിതയിൽ ഒരുപാട് മലയാളത്തെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ സവിശേഷതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സവിശേഷ പ്രയോഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മലയാള ഭാഷയ്ക്ക് മധുമൊഴി ചിതറും മലയാളം എന്നൊക്കെയാണ് ഇതില് മലയാളത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ അമ്മിഞ്ഞ പാലാണ്, ഏറ്റവും ശ്രേഷ്ഠമായ പാലാണ് അല്ലെ, അമ്മിഞ്ഞ പാൽ ആണ് മലയാളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതൃഭാഷയാണ്, അതായത് നമ്മുടെ മാതാവിന് തുല്യമാണ് മാതൃഭാഷ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.